എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബംഗ്ലാദേശിനെതിരായ ഇന്ത്യയുടെ രണ്ടാം ടെസ്റ്റ് മത്സരത്തിലെ 4ാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യക്ക് മികച്ച ഒരു സ്കോർ കണ്ടെത്താൻ സാധിച്ചില്ല. മഴ മൂലം രണ്ടാം ടെസ്റ്റ് മത്സരം നീണ്ടുപോയിരുന്നു. എന്നിരുന്നാലും പ്രതീക്ഷിച്ചത്ര മികച്ച സ്കോർ കണ്ടെത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല. ജയ്സ്വാൾ, രാഹുൽ, കോഹ്ലി എന്നിവരാണ് കൂട്ടത്തിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചത്. ഇന്നത്തെ മത്സരത്തിനു ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇന്ന് കളിക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടക്കത്തിൽ ഒരുപാട് വീഴ്ചകൾ പറ്റി, എങ്കിലും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ജയ്സ്വാൾ, രാഹുൽ, കോഹ്ലി എന്നിവരുടെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. വളരെ മികച്ച രീതിയിൽ തന്നെ അവർ ഇന്ന് കളിച്ചു. അവർക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി അവർ ഇന്ന് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ വളരെ സന്തുഷ്ടവാനാണ്. പക്ഷേ ഋഷഭ് പന്തിനെ ഏറെ പ്രതീക്ഷയോടെയാണ് ഇന്ന് കളിക്കളത്തിൽ ഇറക്കിയത്. പക്ഷേ ഇന്ന് അവൻ നിരാശപ്പെടുത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇതിലും മികച്ചത് സഞ്ജു സാംസൺ തന്നെയായിരുന്നു എന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട്. അവൻ ഒരു മികച്ച ബാറ്റ്സ്മാൻ എന്നതിൽ ഉപരി നല്ലൊരു വിക്കറ്റ് കീപ്പറും കൂടിയായിരുന്നു. സഞ്ജുവിൻ്റെ കഴിവ് സഞ്ജു ദുലീപ് ട്രോഫി ടൂർണമെൻറ്റിൽ നമ്മൾ ഏവരെയും കാണിച്ചു തന്നതുമാണ്. വളരെ മികച്ച ഒരു കളിക്കാരനാണ് സഞ്ജു. ഒരുപക്ഷേ സഞ്ജു ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യ കുറച്ചുകൂടി മികച്ച ഒരു സ്കോറിലേക്ക് എത്തിയേനെ. ആദ്യ ഇന്നിംഗ്സിൽ ബാറ്റിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞങ്ങൾ ബൗളിംഗിൽ നല്ല പ്രകടനം തന്നെ കാഴ്ചവെക്കും. എന്തായാലും ഇനി ഒരു ഇന്നിംഗ്സും ഒരു ദിവസവും കൂടിയുണ്ട്. അതിൽ വളരെ ശക്തമായി ഞങ്ങൾ തിരിച്ചുവരും എന്നും രോഹിത് വ്യക്തമാക്കി. ഇന്ത്യക്ക് ഇന്ന് ഒരു ഭേദപ്പെട്ട സ്കോർ നേടാൻ കഴിഞ്ഞില്ല. ബൗളിംഗിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ ഒരുപക്ഷേ ഇന്ത്യക്ക് ബംഗ്ലാദേശിനെ പിടിച്ചു കെട്ടാൻ സാധിക്കും. എങ്കിലും രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ എങ്ങനെ പെർഫോം ചെയ്യും എന്നതും ശ്രദ്ധേയമാണ്. 2 മത്സരങ്ങൾ ഉള്ള ഈ ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ ഇപ്പോൾ 1-0 ലീഡ് ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ എന്തായാലും ഈ മത്സരം ഇന്ത്യക്ക് തന്നെ വിജയിക്കാൻ സാധിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.